നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മാതാപിതാക്കളുടെ സ്വത്ത് കൈവശപ്പെടുത്തുകയും ഒടുവിൽ അവർക്ക് പ്രായമാകുമ്പോൾ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയുകയും ചെയ്യുന്ന അനവധി കേസുകളാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ദിനംപ്രതി എന്നവണ്ണം കാണുന്നത്. മക്കളും മരുമക്കളുമൊക്കെ പ്രായമായ മാതാപിതാക്കളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതും ഇപ്പോൾ കൂടി വരികയാണ്. ഇത്തരം സംഭവങ്ങളിൽ നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇനി നിയമപരമായി കടുത്ത നടപടികളാണ് നേരിടേണ്ടി വരിക. മക്കളുടെയോ സ്വത്തിന്റെ അവകാശികളായ പിന്തുടർച്ചാവകാശിയുടെയോ പീഡനത്തിനോ മർദ്ദനത്തിനോ ഇരയായാൽ മാതാപിതാക്കൾ ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അവകാശം നൽകുന്ന നിയമ ഭേദഗതിക്കാണ് സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ നൽകിയിരിക്കുന്നത്. വൃദ്ധ മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പ്രത്യേക പോലീസ് സെൽ സംവിധാനം വേണമെന്നും ശുപാർശയിൽ പറയുന്നു. ഓരോ സ്റ്റേഷനിലും ഇതിനായി പ്രത്യേകം പോലീസുകാരെ നിയോഗിക്കണം. പരിപാലിക്കാതിരിക്കുകയോ പീഡിപ്പിക്കുകയോ മോശമായി പെരുമാറുകയോ ചെയ്യുന്ന മക്കളെയും പിന്തുടർച്ചാവകാശിയെയും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ മുതിർന്ന പൗരന്മാർക്ക് ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകാം. ഈ അപേക്ഷ 15 ദിവസത്തിനകം ജില്ലാ മജിസ്ട്രേറ്റ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് കൈമാറണം. അദ്ദേഹം 21 ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. പരാതി ന്യായമെന്ന് കണ്ടാൽ ജില്ലാ മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും. അത് ലഭിച്ച് 30 ദിവസത്തിനകം വീട്ടിൽ നിന്ന് മാറിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കാം. മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള ഹർജി പരിഗണിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കായിരിക്കും. വയോജന സുരക്ഷ ഉറപ്പാക്കാൻ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ജില്ലകളിൽ സ്പെഷ്യൽ പോലീസ് യൂണിറ്റ് സ്ഥാപിക്കാനും ശുപാർശയുണ്ട്. ഇവരുൾപ്പെടെ സാമൂഹ്യ പ്രവർത്തകരും ഇതിലുണ്ടാവണം. ഈ അംഗങ്ങളെ നിയോഗിക്കാനുള്ള ചുമതല ജില്ലാ കളക്ടർക്കായിരിക്കും. വൃദ്ധരായ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളുടെ ക്രൂരത നിറഞ്ഞ പെരുമാറ്റം സമീപകാലത്ത് കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ക്രൂരത നിറഞ്ഞ ഇത്തരം സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങളിൽ വാർത്ത വരാറുണ്ടെങ്കിലും മോശം പെരുമാറ്റത്തിന് മാത്രം കുറവില്ല. ഇതിനെ തുടർന്നാണ് നിലവിലുള്ള നിയമം അപര്യാപ്തമാണ് എന്ന നിർദ്ദേശം ഉണ്ടാവുകയും നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ തീരുമാനമുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. സ്വത്ത് കൈക്കലാക്കിയതിനു ശേഷം മാതാപിതാക്കൾ ഭാരമാണ് എന്ന് കരുതുന്ന എല്ലാവർക്കുമുള്ള കടുത്ത മുന്നറിയിപ്പാണിത്. പ്രായമായ മാതാപിതാക്കൾ ഭാരമാണെങ്കിൽ അവർ നൽകുന്ന സ്വത്തും അനുഭവിക്കേണ്ടതില്ല എന്നാണ് പുതിയ നിയമം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.